Hi guys! നിങ്ങൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ക്രീമോ ജെല്ലോ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ അത് സ്കിൻ വൈറ്റനിങ് ആയിരിക്കണം. അതായത് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്ത് വരണം. നമ്മുടെ കടുക്ക ജെല്ല് ഉപയോഗിച്ചാലും ചെറിയ രീതിക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ ആവുന്നുണ്ട്, എങ്കിലും അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. ആ ഒരു ബ്രൈറ്റ്നെസ് എല്ലാവർക്കും വരുന്നില്ല. പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. സ്കിൻ ടോൺ ചെറിയ രീതിക്ക് ചിലർക്ക് മാത്രമേ മാറ്റങ്ങൾ കണ്ടുവരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത് കൂടാതെ ഇതിന് കൂടെ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിന്ന് ലൈറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു 2-3 മാസമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഞാനിപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുൾ ഹെർബൽ ആയിട്ടുള്ള രീതിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കെമിക്കലിലോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സാമ്പിൾസിന് മേടിച്ചിട്ടുള്ള പൗഡേഴ്സാണിത്. ഇത് വന്നിട്ട് നമ്മുടെ കോജിക് ആസിഡാണ് കേട്ടോ. കോജിക് ആസിഡ് ഉപയോഗിച്ചിട്ട്, കോജിക് ആസിഡ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് പർച്ചേസ് ചെയ്തത് വന്നിട്ട് വിറ്റമിൻ സി ആണ്. നമ്മുടെ അസ്കോർബിക് ആസിഡ് ഇല്ലേ, അസ്കോർബിക് ആസിഡ് വെച്ചിട്ട് നമ്മളൊരു വിറ്റമിൻ സി സീറം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്കും നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു ഈ ഒരു വൈറ്റമിൻ സി സീറത്തിൻ്റെ ഈ അസ്കോർബിക് ആസിഡിൻ്റെ പൗഡറും അതുപോലെ തന്നെ കോജിക് ആസിഡും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസാണ് കേട്ടോ. ഇത് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, ഹാംഫുൾ അല്ലാത്ത കെമിക്കൽസാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് ഞാൻ ഉപയോഗിച്ചൊരു ഒരു മാസം 1.5 മാസത്തോളം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കിത് സെറ്റായില്ല. കാരണം ഇവിടെ ഇങ്ങനെ അലർജി ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷനിലൊക്കെ ഇങ്ങനെ അലർജി ആയിട്ട് അലർജി മീൻസ് കുഞ്ഞു കുരുക്കളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഉപയോഗിച്ചപ്പോൾ. അങ്ങനെ പിന്നെ നയാസിനമൈഡിൻ്റെ ഒരു പൗഡർ, ഇതിൻ്റെ ഞാൻ കാണിക്കാം കേട്ടോ. പൗഡേഴ്സ് ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കാം, അതിൻ്റെ പിക്ചറോടെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു നിയാസിനമൈഡ് പൗഡറായിരുന്നു. അപ്പോൾ ഈ നിയാസിനമൈഡ് പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നോക്കിയപ്പോഴും നമ്മൾ ആലുവേര ഒന്നും ചേർത്തിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. പ്യുവർ നമ്മൾ വാട്ടറും അതുപോലെ തന്നെ നിയാസിനമൈഡിൻ്റെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ജെല്ലായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചു. എൻ്റെ പൊതുവേ ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അലർജി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഹസ്ബൻഡിനോടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് നിയാസിനമൈഡ് ഉപയോഗിച്ചിട്ടും തരിതരിയായിട്ടുള്ള ആ ഒരു അലർജി പോലെ ആയിട്ട് എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കിന്നിലൊക്കെ പാടായിട്ട്. അപ്പോൾ എനിക്കിത് സെറ്റായിട്ടില്ല കേട്ടോ. എനിക്കിത് ഉപയോഗിക്കുമ്പോൾ ഇതാണെങ്കിലും നമ്മുടെ കോജിക് ആസിഡും നിയാസിനമൈഡൊക്കെ ആണെങ്കിലും ഫേസിൽ തരിതരായിട്ടുള്ള കുരുക്കൾ, അലർജി പോലെ ആയിട്ട് ഇങ്ങനെ ഒരു റെഡ് കളറായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനെ ഉപയോഗിച്ചപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് സെറ്റായി, ആൾ ഇരുന്നറുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് സെറ്റായിട്ട് ഇവിടെ നമ്മുടെ ചീക്സിലുണ്ടല്ലോ, ചീക്സിൽ ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതാണ് കൊടുത്തത്, നിയാസിനമൈഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. ഇത് രണ്ടും കോജിക് ആസിഡ് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ ഞാൻ അതങ്ങനെ മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ പർച്ചേസാണ് നമ്മുടെ നിയാസിനമൈഡ് കണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാത്തിനും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്, ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഹസ്ബൻഡിന് സെറ്റായി. ആൾക്കിവിടെ ചീക്സിൽ വന്നിട്ട് ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റ് വരാൻ തുടങ്ങി. നമ്മൾ പൊതുവെ ഇരുനിറമുള്ള ആൾക്കാർ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം നിറം വരുന്നത് അവരുടെ കവിളിലായിരിക്കും. ഈ 2 സൈഡിൽ കവിളിലായിരിക്കും അവർക്ക് അവരുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൾക്ക് ഇവിടെ ചേഞ്ച് ഉണ്ട്. ആളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കെന്തോ അതങ്ങോട്ട് എനിക്ക് സെറ്റാവാത്തത് കൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് കെമിക്കലും വേണ്ട, ഒന്നും വേണ്ട. ഇതിപ്പോൾ ഹാംഫുൾ അല്ലാത്ത കെമിക്കലാണ് കേട്ടോ, പേടിക്കേണ്ട. ഇത് വെച്ചിട്ട് ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിറംസ് ഉണ്ട്. കോജിക് ആസിഡ്സിൻ്റെയും അതുപോലെ വൈറ്റമിൻ സി സിറം ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്. എനിക്കെന്തോ സൂട്ടായില്ല. അപ്പോൾ എനിക്ക് സൂട്ടാവാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാനും അത്ര കണ്ട് എനിക്കത് പറ്റില്ല. അപ്പോൾ ഞാനത് ചെയ്യാതെ വേറൊരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മളത് ഒരു ജെല്ല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യപ്രകാരം ഓരോ രീതിക്കും
ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ഹെർബൽ ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് ജെൽ ക്രീമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ കോജിക് ആസിഡ് ആണെങ്കിലും നിയാസിനമൈഡ് ആണെങ്കിലും അതിനെല്ലാം ഒരു കാലയളവുണ്ട് കേട്ടോ. നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്തോളണം. നമുക്കത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്തോളണം. നമുക്കത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാവും കേട്ടോ. അത് എത്ര ഹാംഫുൾ അല്ലാത്ത കെമിക്കൽ എന്ന് പറഞ്ഞാലും സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് ഞാൻ എന്തായാലും ഹെർബലായിട്ട് നമ്മൾ കടുക്ക ജെല്ലാണെങ്കിലും ആവാരംപൂട ജെല്ലാണെങ്കിലും എല്ലാം നമ്മൾ ഹെർബലായിട്ട് രീതിക്കാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലും നമുക്ക് ഹെർബലായിട്ട് തന്നെ ചെയ്തുകൂടാന്നുള്ളൊരു തോന്നി എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജെല്ലും ഹെർബലായിട്ട് തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി നമ്മളത് ഉണ്ടാക്കി അതുപോലൊരു ബോട്ടലിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് സെയിലിന് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസം ആവും തോന്നുന്നു, 2-3 മാസം എന്തായാലും അതിൽ കുറയില്ല ഞാൻ പറഞ്ഞിട്ട്. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഓരോ പൗഡേഴ്സ് മേടിച്ചിട്ട് അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ക്രീമിലോട്ട് ഞാൻ എത്തിപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ടൈം ആയതും. ഞാൻ അതെല്ലാം ഓരോന്ന് പരീക്ഷിച്ച് വരുമ്പോൾ നമുക്ക് ടൈം പോയതുകൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇതാണ് നമ്മുടെ കുങ്കുമാതി സ്കിൻ ബ്രൈറ്റനിങ് ജെൽ ക്രീം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, നല്ലൊരു യെല്ലോയിഷ് കളറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിക്ക് നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മണമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. നമ്മുടെ ആ ഒരു കുങ്കുമാതി ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുങ്കുമാതി തൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു കുങ്കുമാതി ഓയിലിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തൈലത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ്. തൈലം എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നല്ലെണ്ണയിലായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു മണമാണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ നല്ലെണ്ണയുടെ ഒരു സ്മെല്ലാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ മണമൊന്നും നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട, നമുക്ക് റിസൾട്ട് ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഡയറക്റ്റായിട്ട് കുങ്കുമാതി ഓയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് പേർക്ക് പിമ്പിൾസൊക്കെ വരും. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ടെൻഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കാം. ഈ ഒരു ജെൽ ക്രീം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കാം, കുരുവൊന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നല്ല വീഡിയോസൊക്കെ ഇവിടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി കണ്ടിട്ട് വേണം വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ ഇതുപോലെ ഒരു അല്പം എടുത്തിട്ട് കുറച്ച് മതി, നമുക്ക് ഒത്തിരി ഒന്നും ആവശ്യമില്ല. കുറച്ച് എടുത്തിട്ട് നമ്മൾ ഡോട്ട് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫേസിൽ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഡോട്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ടോട്ടൽ ഫേസിൽ നമ്മളിതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അതിപ്പോൾ ഈ രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങ് ലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജെൽ ക്രീമിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ആലോവേറ ജെല്ലാണ് കേട്ടോ. ഇതിനകത്തുള്ള ആലോവേറ പ്യോറാണ്. നമ്മൾ ആലോവേറ ജ്യൂസ് ഫുള്ളാണ്. ഇതിനകത്ത് വെള്ളം തന്നെ ആഡ് ചെയ്തിട്ടില്ല. വെള്ളം ഞാൻ പിന്നീട് ചേർക്കുന്നുണ്ട്, ഒരു 50 ഗ്രാം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മുടെ ആലോവേറയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജ്യൂസ് നിങ്ങൾക്ക് അറിയാലോ, കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ ആലോവേരയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പൾപ്പ് എടുത്ത് അരച്ച് നിങ്ങളത് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒന്ന് എടുത്ത് വെച്ച് നോക്കൂ, നിങ്ങൾക്ക് ഈ ഒരു കളറായിരിക്കും കിട്ടുക. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് പേരിന് മാത്രം ആലോവേറ ജ്യൂസ് ആഡ് ചെയ്തിട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ആലോവേറയുടെ പൗഡർ മിക്സ് ചെയ്തിട്ട് തരുന്നതാണ് ആ ഒരു ആലോവേറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫുൾ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർക്കാൻ പോകുമെന്ന് പറഞ്ഞില്ല, ആ ഒരു വെള്ളമാണ് ഈ വെള്ളം വന്നിട്ട് നമ്മുടെ കുങ്കുമപ്പൂല്ലേ, സാഫ്രോണ്, അത് ഡിപ്പ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള വെള്ളമാണ്. 50 ഗ്രാം നമ്മൾ ഈ ഒരു വാട്ടറിനകത്തേക്ക് 1 ഗ്രാം സാഫ്രോണിൻ്റെ ആ ഒരു നമ്മളിത് ചേർത്തിട്ടാണ് ഈ ഒരു വെള്ളം ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കുന്നത് കേട്ടോ. ഗൈസ്, നമ്മൾ ഇപ്പോൾ നോക്കി കാണുമ്പോൾ ആ ഒരു വാട്ടർ നമുക്ക് റെഡ് കളറായിട്ടാണ് കാണുന്നത്. പക്ഷെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കുങ്കുമപ്പൂ ഇട്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു യെല്ലോയിഷ് കളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്രീമിനും അല്ലെങ്കിൽ ഒരു ജെൽ ക്രീമിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കുങ്കുമപ്പൂ ചേർത്തിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആകപ്പാട് ഈ ഒരു വെള്ളം മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി കംപ്ലീറ്റ് നമ്മുടെ ആലോവേറയുടെ ജ്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട്
ചേർക്കുന്നത് കുങ്കുമാതി ഓയിലാണ്. കുങ്കുമാതി ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹെർബൽസ് ഇട്ടുണ്ടാക്കി കാച്ചെടുത്തിട്ടുള്ള ഒരു ഓയിലാണ്. ആദ്യം നമ്മൾ കുറച്ച് ഹെർബൽസ്, 2 തരത്തിൽ ഹെർബൽസ് നമ്മൾ തരംതിരിച്ചിട്ട് ആദ്യത്തെ ഹെർബൽസ് ഉപയോഗിച്ച് നമ്മൾ കഷായം ഉണ്ടാക്കിയാണ്. വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് വറ്റിച്ച് അതിൻ്റെ ആ ഒരു കഷായ പരുവത്തിലാക്കി കൊണ്ടുവരികയാണ് ആദ്യത്തെ ഹെർബൽസ്. രണ്ടാമത്തത് മാറ്റി വെച്ചിരിക്കുന്ന ഹെർബൽസ് ഉപയോഗിച്ച് നല്ല രീതിക്ക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ ആട്ടുംപാലിൽ മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ കൂടുതലേക്ക് എള്ളെണ്ണയും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കഷായം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വറ്റിച്ചെടുക്കുന്ന ഒരു തൈലമാണ് നമ്മുടെ ഈ ഒരു കുങ്കുമാതി തൈലം അല്ലെങ്കിൽ കുങ്കുമാതി ഓയിൽ. ഓയിൽ എന്നല്ല, കുങ്കുമാതി തൈലം തന്നെയാണ് പറയുക. തൈലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തിനേയും നമ്മൾ തൈലം എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഒരു കുങ്കുമാതി ഓയിൽ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് കുരു വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കുങ്കുമാതി ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും കുരു വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും 1-2 കാര്യങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരാനുള്ള ചാൻസും ഇല്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കുരുവിൻ്റെ പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മളിവിടെ ജെൽ രൂപത്തിലാണ് നിങ്ങൾക്ക് തരുന്നത്, ജെൽ ക്രീമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും കുരു വരുന്നുള്ള കാര്യം ടെൻഷനേ വേണ്ട കേട്ടോ. ഇനി നിങ്ങൾക്ക് അഥവാ കുരു വരും എന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം ജെൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട്, ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് കഴുകാനായിട്ട് നോക്കുക. ഇങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കുരുവിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല. നമ്മൾ വീഡിയോയിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്. ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് വരുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു ടിപ്പാണ് ഈ ഒരു ടിപ്പ്. നമ്മൾ വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കുങ്കുമാതി തൈലത്തിൻ്റെ സ്കിൻ ലൈറ്റനിങ് ജെൽ ക്രീം കേട്ടോ. ഈ ഒരു ക്രീം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ 1-2 മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ പിമ്പിൾസിൻ്റെ കാര്യം പറഞ്ഞില്ല, അവർക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വാം വാട്ടറിൽ കഴുകി വരാം. അതല്ല ഒരു പ്രശ്നമുള്ള ആൾക്കാരൊന്നും അല്ല, ഞങ്ങൾക്ക് ഉപയോഗിച്ച കുരൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലീവ് ചെയ്യാം കേട്ടോ. ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പായിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അത് ഡ്രൈ ആയതിനു ശേഷം പോയി കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ നിങ്ങളത് ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിച്ച് വന്നാൽ മതി കേട്ടോ. ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഫേസിൽ ഉണ്ടാവുന്ന എന്ത് സ്കിൻ പ്രോബ്ലം ആണെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു ക്രീം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ.